ഗുരുവായൂർ ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിനായി ആയിരങ്ങളാണ് ഇന്നലെ മുതൽ കാത്തുനിൽക്കുന്നത്. വിഷുക്കണി ദർശനം കിട്ടിയാൽ ഈ ഒരു വർഷം മുഴുവൻ കുടുംബത്തിന് ഐശ്വര്യവും സമാധാനവും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. രാവിലെ 2:55 മുതലാണ് വിഷുക്കണി ദർശനം ആരംഭിച്ചത്. ക്ഷേത്രത്തിൽ വിഷുക്കണി ദർശനത്തിനായി വലിയ തിരക്കാണ് ഇപ്പോൾ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പുലർച്ചെ 2:55 മുതലായിരുന്നു വിഷുക്കണി ദർശനം ആരംഭിച്ചത്. രാത്രി തൃപ്പുകയ്ക്ക് ശേഷം ശ്രീകോവിലിന്റെ മുഖമണ്ഡപത്തിൽ കീഴ്ശാന്തിമാർ കണിയൊരുക്കി. ഓട്ടുരുളിയിൽ ഉണക്കലരി, നാളികേരം, ചക്ക, മാമ്പഴം, വെള്ളരി, മുല്ലപ്പൂ, ഗ്രന്ഥം, വാൽക്കണ്ണാടി, സ്വർണം, പുതുപ്പണം, അലക്കിയ മുണ്ട്, കണിക്കൊന്ന എന്നിവയാണ് കണിക്കായി ഒരുക്കി വെക്കുന്നത്. സ്വർണത്തിടമ്പ് പൊൻപീഠത്തിൽ എഴുന്നള്ളിച്ചു വെക്കും. പുലർച്ചെ 2:30 മേൽശാന്തി ക്ഷേത്രത്തിന്റെ ശ്രീലകവാതിൽ തുറന്ന് പ്രവേശിച്ച ശേഷം ആദ്യം ഗുരുവായൂരപ്പനെ കണി കാണിക്കും. പീതാംബര പട്ടണിഞ്ഞ് ഓടക്കുഴലുമായി പുഞ്ചിരി തൂകി നിൽക്കുന്ന കണ്ണനെയും സ്വർണസിംഹാസനത്തിലെ ഗുരുവായൂരപ്പന്റെ തങ്കത്തിടമ്പും ഓട്ടുരുളിയിലെ കണിക്കോപ്പുകളും കണ്ട് ഭക്തിസാന്ദ്രമായി വിഷുക്കണി ദർശനം നടത്തി ഭക്തർ സായുജ്യമടയുന്ന ഒരു കാഴ്ചയാണ് ഗുരുവായൂരിൽ നിന്നും നമുക്കിപ്പോൾ പങ്കുവെക്കാനുള്ളത്. ഈ ദർശനത്തിന് ആയിരങ്ങളാണ് ഇന്നലെ മുതൽ ക്ഷേത്രാങ്കണത്തിൽ ഒഴുകിയെത്തിയത്. 1 മണിക്കൂറാണ് വിഷുക്കണി ദർശനമെങ്കിലും ഭക്തരുടെ തിരക്കുമൂലം ഇത് നീണ്ടുപോവുകയാണ് പതിവ്. വിഷുക്കണി ദർശനത്തിനായി എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി ദേവസ്വം ചെയർമാൻ പറഞ്ഞു. ഈ വർഷത്തെ വിഷു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഉത്സവമാണ്. വിഷുവിനെ ദേവസ്വം ഭരണസമിതി ആഗ്രഹിച്ചത് വന്നവർക്ക് എല്ലാവർക്കും, എല്ലാ ഭക്തന്മാർക്കും വിഷുക്കണി കാണാനുള്ള അവസരമുണ്ടാകും. അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഞങ്ങളെ ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ നടയിൽ നിന്ന് ഞാൻ വിഷു ആശംസിക്കുന്നു. എല്ലാ ഐശ്വര്യവും, എല്ലാ സമൃദ്ധിയും, എല്ലാ അഭിവൃദ്ധിയും കുടുംബങ്ങളിൽ വന്നു ചേരട്ടെ. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ പറയുകയാണ്. ഗുരുവായൂരിൽ വിഷുക്കണി ദർശനത്തിനായി ആയിരങ്ങളാണ് ഇപ്പോൾ ക്ഷേത്രനടയിൽ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം മുതൽ, അതായത് രാത്രി മുതൽ തന്നെ ഇവർ വരി നിന്ന് ഭഗവാനെ ഒരു നോക്ക് കാണാനായുള്ള ശ്രമത്തിലാണ്. നമുക്ക് അവരോട് തന്നെ കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. മാഡം, എപ്പോഴാണ്? എല്ലാ വർഷവും കുവൈറ്റിൽ നിന്ന് എല്ലാ വർഷവും വിഷുവിന്റെ സമയത്ത് എത്തിച്ചേരാറുണ്ട്. ഇത്തവണ വളരെ കൂടുതലാണ്, തിരക്ക് വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിലും ഇപ്പോൾ പ്രവാസികൾക്കൊക്കെ എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. എന്നാൽ കൂടി തന്നെയും ഒട്ടനവധി ഭക്തര് വിഷുക്കണിക്കായി കാത്തു നിൽക്കുന്നുണ്ട്. ഞങ്ങൾ കാലത്ത് കയറി തൊഴുതു. സന്തോഷം. എല്ലാ കൊല്ലത്തെയും പോലെ ഇത്തവണത്തെയും വിഷു ഗുരുവായൂരിൽ നിന്നാണ്. വളരെയധികം സന്തോഷം. എപ്പോഴാ വന്നത്? ഞങ്ങള് രാവിലെ ഇന്നലെ രാത്രി വന്നതോ. ഓക്കെ പോകും. അന്തിക്കാട്.